ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിൻ്റെ 38-ാമത്തെ ദിനം. കാൽവരിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 38-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇനിയും നമ്മുടെ യാത്രകൾ തീരുവാനുണ്ട്. ഇനിയുള്ളതായ നമ്മുടെ യാത്രകൾ ക്രിസ്തു കേന്ദ്രീകൃതമായ യാത്രകളായിരിക്കണം. കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവമേ, എന്നിൽ നിന്റെ ജ്വാല ജ്വലിപ്പിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ നടക്കേണ്ടുന്നതായ യാത്രകൾ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങൾ. Gospel according to St. Luke, chapter 4, verse 16 through 22. നസ്രയത്തിലെ സഭയിൽ യേശു എഴുന്നേറ്റ് നിന്നുകൊണ്ട് വായിച്ചത് ഇപ്രകാരമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് അവന് വായിക്കാനായിട്ട് കൊടുത്തത്. അവൻ പുസ്തകം തുറന്നപ്പോൾ അവന് ലഭിച്ചത്: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇത് യേശുവിൻ്റെ ദൗത്യപ്രഖ്യാപനമാണ്. യേശു കർത്താവ് വന്നത് ദരിദ്രർക്ക് സുവിശേഷം അറിയിപ്പാനും ബന്ദികളായവർക്ക് മോചനം നൽകുവാനും അന്ധന്മാർക്ക് കാഴ്ച നൽകുവാനും പീഡിതരെ സ്വാതന്ത്ര്യത്തിലാക്കുവാനും ആണ്. ഇത് കേട്ടവർ അതിശയിച്ചു. പക്ഷേ യേശു പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമായിരുന്നു. ഇന്ന് ഈ വചനം നിങ്ങളുടെ ഇടയിൽ നിറയപ്പെട്ടു. അത് ഒരു പഴയ പ്രവചനമല്ല, അത് ഇപ്പോഴത്തെ സത്യമാണ്. വലിയ നോമ്പിൻ്റെ ഈ ദിവസം നമ്മോട് ചോദിക്കുകയാണ്: യേശുവിൻ്റെ ദൗത്യം എൻ്റെ ജീവിതത്തിൽ തുടരുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് എങ്കിൽ നാം സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയണം. തകർന്നവരെ ഉയർത്തണം. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ നൽകണം. അഭിഷേകം വെറും യേശുവിന് വേണ്ടിയുള്ളതല്ല, അവനെ അനുഗമിക്കുന്നവർക്ക് വേണ്ടിയുള്ളത് കൂടിയാണ്. ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: വിശ്വാസം കേൾക്കാനുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ്. വിശ്വാസം കേൾക്കാനുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ്. ഇന്ന് നമ്മോട് തന്നെ നമുക്ക് ഒന്ന് ചോദിക്കാം: എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നുണ്ടോ? ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റുന്നുണ്ടോ? യേശുവിൻ്റെ ദൗത്യം നമ്മുടെ ദൗത്യമായി മാറുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകും. ക്രിസ്തു കേന്ദ്രീകൃതമായി ദൗത്യം നിർവഹിക്കുവാൻ ഈ നോമ്പ് നാളുകളിൽ നമുക്കിടയാകട്ടെ. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിൻ്റെ ആത്മാവാൽ എന്നെ നിറയ്ക്കണമേ. നിൻ്റെ സ്നേഹത്തിൻ്റെ ഉപകരണമായി എന്നെ ഉപയോഗിക്കണമേ. ദരിദ്രർക്കും തകർന്നിരിക്കുന്നവർക്കും പ്രത്യാശയുടെ സന്ദേശം എത്തിക്കുവാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ ജീവിതം നിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമാക്കണമേ. ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുവാൻ എന്നെ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹത്തോടെ, ജോയ് ലജൻ.